അനുമോളും നെവിനും കൂടെ ലൈവിൽ ഭയങ്കര ഫൈറ്റ് കിടക്കുകയാണ്. അനുമോൾ പറയുന്നുണ്ട്, എൻ്റെ ക്വാളിറ്റി എത്ര മാത്രം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം, നിൻ്റെ ക്വാളിറ്റി എന്തുവാണെന്ന് ഇവിടെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക കേട്ടോടാ, നീ നിന്നെ തരത്തിൽ പോയി കളി, എനിക്ക് നിന്നോട് സംസാരിക്കേണ്ടെന്ന് എത്ര പ്രാവശ്യമാണ് ആട്ടി വിടുന്നത്. ഒരു ഇച്ചിരി നാണമുണ്ട് ഇവൻ പിന്നെ ആ പെങ്കൊച്ചിൻ്റെ അടുത്ത് സംസാരിക്കാൻ ചെല്ലത്തില്ല. അവൾ തന്നെ പറയുന്നുണ്ട്, നിനക്ക് ആണുങ്ങളുടെ പേര് കളയാനുള്ള നിൻ്റെ ഈ സ്വഭാവം നീ കൊണ്ടുപോടാ, ആണുങ്ങളെ പറയിക്കാനായിട്ട് നീ എന്തിനാണ് എൻ്റെ അടുത്ത് വരുന്നതെന്ന് അനുമോൾ എത്ര പ്രാവശ്യമാണ് ചോദിക്കുന്നത്. ഒരു ദിവസത്തിലൊന്ന് ആലോചിക്കണം, നമ്മൾ ഉറങ്ങി എണ്ണീറ്റിട്ട് ഉറങ്ങുന്നിടം വരെയും രാത്രിയിൽ വരെയും രാവിലെ മുതൽ രാത്രിയിൽ വരെയും ഇവൻ ഇത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസമല്ല 100 ദിവസമാണ്. ഇപ്പോൾ 82 ദിവസത്തോളമായി ഇതിനകത്ത് ഇങ്ങനെ കിടക്കുന്നത്. പക്ഷേ ഇവൻ്റെ ശല്യം സഹിക്കാവുന്നതിൻ്റെ അപ്പുറത്തതായിട്ടുണ്ട്. ആരും സഹിക്കത്തില്ല. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവും. ലൈവ് കാണണം, എന്നാലേ ഇതിൻ്റെ വ്യക്തത നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അനുമോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഫെയിം ഉണ്ടാക്കിയിട്ടാണ് ഇവിടെ വന്നത്. എൻ്റെ കണക്ക് റീലും പിടിച്ചുകൊണ്ട് നടക്കുകയല്ല കേട്ടോടാന്ന് പറഞ്ഞിട്ട് അനുമോൾ വാദിക്കുന്നുണ്ട്. അനുമോൾ കുറുക്കി കൊള്ളുന്ന മറുപടിയാണ്. പറയത്തില്ലയോ, കിട്ടിയോ, ഇല്ല, ചോദിച്ച് വാങ്ങി എന്ന് പറയുന്നതിന് തുല്യമായിട്ടാണ്. രാവിലെ മുതൽ അനുമോളുടെ വായിൽ നിന്ന് എത്ര കിട്ടിയിട്ട് ഇവന് നാണമില്ലെന്നുള്ളതാണ് വേറൊരു സത്യം. പിന്നെ നിൻ്റെ ക്വാളിറ്റി എൻ്റെ ക്വാളിറ്റി കൂടെ നീ പറഞ്ഞില്ലേ, നിൻ്റെ സ്വഭാവം ഞാൻ കാണിച്ചിരുന്നെങ്കിലേ നീ ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ കിടക്കുന്ന ബെഡി നീ വെള്ളം കോരി ഒഴിച്ച്, നിൻ്റെ ബെഡി ഞാൻ തിരിച്ച് വെള്ളം കോരി ഒഴിച്ചെങ്കിൽ നീ ഞാനും ഒരുപോലെ ആയിപ്പോയന്. ഞാൻ നിൻ്റെ കണക്കല്ലടാ, നീ പോടാ. പക്ഷേ എന്നെ വാശി കെട്ടിയിട്ടുണ്ടെങ്കിൽ നീ ഈ ബെഡി കിടക്കത്തില്ല. ഞാൻ ഇന്നോ നാളെയോ ഇവിടുന്ന് പോവും, പക്ഷെ ഞാൻ പോകുന്നിടം വരെ നീ ഈ ബെഡി കിടക്കത്തില്ലെന്നാണ് നെവിൻ പറയുന്നത്. ഈ അക്ബറിൻ്റെ അടുത്ത് എടുക്കുന്ന കണക്കുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് അതൊക്കെ ബീപ്പ് സൗണ്ടാണ്, നമുക്കൊന്നും കേൾക്കാൻ വയ്യ. എന്തൊക്കെ വൃത്തികേടാണ് ഈ നെവിൻ പറയുന്നത്. നീ ഒന്ന് പോടാ ചിലയ്ക്കാതെന്ന് അനുമോൾ പറയുന്നുണ്ട്. എത്ര പ്രാവശ്യമായിട്ടാണ് ഇങ്ങനെ അവനെ ആക്ഷേപിച്ച് വിട്ടിട്ട് പോലും അവനോട് പറയുന്നുണ്ട് നീ പോടാ. അത് മാന്യമായിട്ട് തന്നെ പറയുന്നത്, ഒരു തെറി പോലും അനുമോൾ പറയുന്നില്ല. പക്ഷെ അവൻ പറയുന്നതാണ് ബീപ്പ് സൗണ്ടിൽ ലൈവിൽ കേൾക്കുന്നത്. ഒന്നും നമുക്ക് വ്യക്തമാവുന്നില്ല ആ പറഞ്ഞ എന്താണെന്ന്. ഇത്രയും പറഞ്ഞിട്ട് നാണമില്ലാതെ ഇങ്ങനെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നവരുണ്ടോ? ഇതാണോ